തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നടന്ന സിനിമാ സ്റ്റൈൽ കിഡ്നാപ്പ് കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പിതാവിനെയും മകനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിലെ പ്രതികൾ എല്ലാവരും പിടിയിലായി. പ്രധാന പ്രതി സുധീഷ് അടക്കമുള്ളവരെയാണ് പോലീസ് ഒളിയിടം വളഞ്ഞ് പിടികൂടിയത്. മകളെ വിവാഹം കഴിച്ചു നൽകാൻ തയ്യാറാകാത്തതിനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതികൾ സമ്മതിച്ചു. ഭക്ഷണം കഴിക്കാനെത്തിയ മുഖ്യപ്രതി സുധീഷിനെ തട്ടുകട ഉടമ തിരിച്ചറിഞ്ഞതാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങൽ സ്വദേശി അനിൽകുമാറിനെയും മകൻ അച്ചുവിനെയും 4-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ഈ കേസിലെ പ്രധാന പ്രതി സുധീഷ് അടക്കം ഒളിവിലായിരുന്നു. ഇവർക്കായി പോലീസ് നാടാകെ വലവിരിച്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെ പല ഘട്ടങ്ങളിലായി പ്രതികൾ പിടിയിലായത്. കൊല്ലം തിരുവനന്തപുരം അതിർത്തി മേഖലയായ കുമിളിൽ നിന്നാണ് പ്രതികളെ പിടിച്ചത്. കുമിൾ പോലീസ് ഇവരെ കിളിമാനൂർ പോലീസിന് കൈമാറി. ഇന്നലെ രാത്രിയിൽ സുധീഷ് കുമിളിലെ തട്ടുകടയിലെത്തിയിരുന്നു. കടയുടമയ്ക്ക് ആളെ പിടികിട്ടിയതോടെ പോലീസിനെ വിവരമറിയിച്ചു. ഉടൻ തന്നെ സുധീഷ് അവിടെ നിന്ന് മുങ്ങി. തുടർന്ന് പോലീസിന് പ്രതികൾ ഒളിച്ചിരിക്കുന്ന മേഖല വ്യക്തമായി. ഇവിടം വളഞ്ഞ് പോലീസ് പരിശോധന ശക്തമാക്കി. നാട്ടുകാരും സഹായവുമായി രംഗത്തെത്തി. രക്ഷപ്പെടാൻ പഴുതില്ലാതായതോടെ പ്രതികൾ 4 പേരും അറസ്റ്റിന് വഴങ്ങി. സുധീഷിനെ കൂടാതെ ലാൽകൃഷ്ണൻ, ആരോമൽ, അരുൺ എന്നിവരാണ് പിടിയിലായത്. മുങ്ങിയ ശേഷം സുധീഷ് പഴനിയിലടക്കം ഒളിവിൽ കഴിഞ്ഞു. ക്ഷേത്രത്തിലെത്തി തലമുണ്ഡനം ചെയ്തു. അതിനുശേഷം കടക്കലിലേക്കും കുമിളിലേക്കും എത്തി. അവിടെ ഒളിച്ചു കഴിയുകയായിരുന്നു. പ്രതികൾ പിടിയിലായതോടെ കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഡോഗ് സ്ക്വാഡിൻ്റെയും സൈബർ സെല്ലിൻ്റെയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നാട്ടിലെ ആളുകളാണ്, മുമ്പിലെ ആളുകൾ. പഞ്ചായത്ത് മെമ്പർ അടക്കം ഞങ്ങളോട് ഇന്നലെ രാത്രിയിലും ഇന്നും ഒക്കെ വളരെ നിസ്തുലമായ സേവനമാണ് ആ നാട്ടുകാർ ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന് ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിലും ഇനി വെളുപ്പിനെയും രാവിലെയും ഒക്കെ ഞങ്ങളോടൊപ്പം ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹകരിച്ചു. അതിൻ്റെ ശ്രമഫലമായിട്ട് പ്രതികളെല്ലാം അറസ്റ്റിലായിട്ടുണ്ട്. അനിൽകുമാറിന്റെ മകളെ സുധീഷിന് വിവാഹം ചെയ്തു നൽകാഞ്ഞതിന്റെ വിരോധത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത്. ഇതിനായി കിളിമാനൂരിലെ പണിതീരാത്ത വീട്ടിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് സൗണ്ട് പ്രൂഫ് ഇടിമുറിയുണ്ടാക്കി. മുറിക്കുള്ളിൽ തുരങ്കവും നിർമ്മിച്ചു. അനിൽകുമാറിനെയും കുടുംബത്തെയും തട്ടിക്കൊണ്ടുപോയി ഈ തുരങ്കത്തിൽ പാർപ്പിക്കാനായിരുന്നു നീക്കം. എല്ലാം പ്രധാന പ്രതി സുധീഷിന്റെ ഭാവനയിൽ വിരിഞ്ഞ ആസൂത്രണങ്ങൾ. അനിൽകുമാറിനെയാണ് ആദ്യം വിളിച്ചു വരുത്തി തട്ടിക്കൊണ്ടുപോയത്. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം മകൻ അച്ചുവിനെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. അമ്മയെയും സഹോദരിയെയും വിളിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശിച്ച് അച്ചുവിനെ വിട്ടയച്ചു. അച്ചു വർക്കല പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് അയിരൂർ പോലീസ് എത്തിയാണ് അനിൽകുമാറിനെ മോചിപ്പിച്ചത്. അപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. പ്രതികൾ പിടിയിലായതിൽ ആശ്വാസമുണ്ടെന്ന് അനിൽകുമാർ പറഞ്ഞു. പോലീസ് പ്രതികളെ പിടിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. ഇതിനു മുമ്പും ഇതിനൊക്കെ ഇവർ ചെറിയ രീതിയിൽ ഇങ്ങനെ വന്ന് ഇത് നമ്മൾ കേസ് കൊടുത്തായിരുന്നു. എന്നിട്ട് ഒരു മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ ഭയങ്കര ഇതിൽ ഒന്ന് ഞങ്ങളെ എല്ലാവരെയും തീർക്കാനുള്ള ഇതിനെ അവർ കാട്ടിയത്. അതുകൊണ്ട് തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. സുധീഷിന് ഈ ആസൂത്രണത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.